നമസ്കാരം, ഹാപ്പി ആണോ? ഓണായിട്ട് സദ്യ കഴിച്ചേക്കാം. രാവിലെ കാപ്പി കുടിച്ചില്ല, അതിന് പകരം എല്ലാം കൂടെ സദ്യയായിട്ട് ഒറ്റയടിക്ക് അടിക്കുവാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ പുതിയ സിനിമ ഹൃദയപൂർവ്വം നിസക്കുട്ടിയായിട്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അവിടെ തിയേറ്ററിൽ പോകുന്നത്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, പോയി നോക്കാം. നിസക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. നിസക്കുട്ടിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ ഇലയിൽ കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, പക്ഷെ തന്നെ ഇരിക്കാറൊക്കെ ആയത് ഇപ്പോഴാണ്. നിസക്കുട്ടിയെ ഇന്ന് ഇരിച്ചു നോക്കാം. കഴിച്ചോ നിസമോളെ, കഴിച്ചോ? നിസക്കുട്ടി കഴിച്ചോടി, ചോറെടുത്തോ. ഇതിന് ഡാൻസ് കളിക്കുകയാണോ? എന്നാ വേണ്ടേ? എന്നതാ? അതാണോ? എടുത്തോ. നിസക്കുട്ടി കഴിക്കടി. പപ്പടം പിടിക്കടി. പപ്പടം പപ്പടം പപ്പര എടുക്ക്. പപ്പര എടുക്ക്. കഴിക്ക്. പപ്പര എടുത്ത്. പപ്പടം. നിസു ഇങ്ങോട്ട് നോക്കിയടി. നിസുവേ, പപ്പടം എടുത്ത. പപ്പടം. നിസക്കുട്ടി പപ്പടം കഴിച്ചു ചെന്നോ. കഴിച്ചു. ചോറ് കഴിക്ക്. ചോറ് അമ്മമ്മ കഴിക്ക. അമ്മ. അയ്യോ വേണ്ടേ. ശരി, പപ്പടം എല്ലാം തട്ടി മറിച്ച് പോയി കേട്ടോ. അപ്പൊ തന്നെ ഉള്ളു കഴിക്കുമെന്ന് മനസ്സിലായി. അടുത്ത ഓണത്തിനും തന്നെ കഴിക്കാറാകുമായിരിക്കും. നമുക്ക് നോക്കാം. നിസക്കുട്ടി സദ്യ കഴിക്കാനിരുന്നില്ല, അവളെ ഏറ്റുപോയി. പിന്നെ ബലമായിട്ടൊന്ന് പെട്ടെന്ന് കഴിപ്പിച്ചിട്ട് സിനിമയ്ക്ക് പോവാം, അവളെ കൊണ്ട് കൂടെ പോവാന്നൊക്കെ ഓർത്താണ്. പക്ഷെ അവള് കഴിക്കാത്തതുകൊണ്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്തു. അടുത്ത പ്രാവശ്യയിലും നോക്കാം. അടുത്ത പ്രാവശ്യം അവള് തന്നെ കഴിക്കും നോക്കാം. പിന്നെ അടുത്ത പ്രാവശ്യം ഒരു വർഷമൊക്കെ ചിലപ്പോൾ സിനിമ ഒക്കെ കാണാറൊക്കെ ഇരിക്കുമായിരിക്കും. ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാവും അറിയത്തില്ലായിരുന്നു. പാടായിരിക്കും, അവിടെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തായിരുന്നു. കൊച്ചിനെ വീട്ടിലേൽപ്പിച്ചിട്ട് ഞങ്ങൾ മൂന്നും കൂടെ സിനിമയ്ക്ക് പോവാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയം പോയി. ഇപ്പോൾ തന്നെ 1 മണിക്കാണ് പാഠം. ഇപ്പം 12:52 അങ്ങനെ തിയേറ്റർ എത്തി. പക്ഷേ എന്നത്തെ പോലെ തന്നെ നമ്മൾ താമസിച്ചിരിക്കുകയാണ്. തിയേറ്റർ എത്തിയിട്ടുണ്ട്. ബോസ്കോ സിനിമാസ്. ഇവിടെ 2 സ്ക്രീനാണുള്ളത്. 4K ഡോൾബി അറ്റ്മോസും 2Kയും. 1 മണി കഴിഞ്ഞ് പടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിലോട്ട് കയറാം. അങ്ങനെ ഹൃദയപൂർവ്വം സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണി? നല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? പടം നല്ല പടമായിരുന്നു. ഒരു മാസ് പടം, അങ്ങനത്തെ പടമൊന്നുമല്ല. ലാലേട്ടൻ്റെ അങ്ങനെ ഒരു ഭയങ്കരമായ റൈറ്റും ഭയങ്കര പ്രതീക്ഷയോട് പോയി കാണില്ല. ഒരു സാധാരണ നോർമൽ ഒരു സാധാ പടം, ഫാമിലി പടം. തുടക്കം പോലെ അവസാനം വരെ കണ്ടിരിക്കാം. ഒരു പതുക്കെ പോകുന്നൊരു ഫാമിലി പടമാണ്. അധികം വെറുപ്പിക്കലൊന്നുമില്ല. ചെറിയ ചെറിയ കോമഡികളും എല്ലാമായിട്ട് നല്ലൊരു ഫാമിലി പടം. പിന്നെ ഇതിലൂടെ നമ്മുടെ സത്യനന്ദിക്കാട് പഴയ 2 നടിമാരെയും കൂടെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 2 പഴയകാല നടിമാർ. പഴയകാലം ഒത്തിരി പഴയകാലല്ല, എന്നാലും കുറെ നാളായിട്ട് ഫിലിമിൽ കാണാത്ത 2 നടിമാരെ ഈ പടത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതില് ഞാൻ ഓർക്കുന്നത് വളരെ ശാന്തനായ ലാലേട്ടൻ്റെ അവസാനം വരെ ഇങ്ങനെ പോകുന്നതാണ് ഓർക്കുന്നത്. പക്ഷെ അവസാനം നല്ലൊരു ഫൈറ്റ് സീക്വൻസും സത്യനന്ദിക്കാട് സമ്മാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നല്ലൊരു അടിപൊളി പടമാണ്. ഫാമിലി ആയിട്ട് ഈ ഓണക്കാലത്ത് കാണാൻ പറ്റിയൊരു പടമാണ്.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഓഫ് ഫ്രം PM Blog. ബൈ ബൈ.